ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിച്ച മന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കുകയില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിന്റെ ഘടനയും ഗവൺമെന്റുമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ബന്ധത്തെയും കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം അറിയാം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള അന്വേഷണം വാസ്തവത്തിൽ എങ്ങും എത്താതെ നിൽക്കുകയാണ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ SIT ചോദ്യം ചെയ്യുന്നത് വരെ എത്തിയിട്ടുള്ളൂ. SITയുടെ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ഹൈക്കോടതിയുടെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണമുണ്ടായിട്ടും അട്ടിമറിക്കാൻ ഉള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞതാണ്, SITയിൽ CPM ഫ്രാക്ഷനിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന് രണ്ടുപേരെ കൂടി വേണം എന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു, അനുവദിച്ചു. CPM ഫ്രാക്ഷനിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ അതിൽ നിയോഗിച്ചു. എന്തിനാണ്? ഈ അന്വേഷണം അട്ടിമറിക്കാനാണ്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് 3-4 ദിവസം കഴിഞ്ഞാണ് പുറം ലോകം അറിയുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത വാർത്ത. എന്നാൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ അതിന് വ്യാപകമായ പ്രചരണമാണ്. എവിടെ നിന്നാണ് ഈ വാർത്ത വരുന്നതും പ്രചരണം നടത്തുന്നതുമെന്ന് മാധ്യമപ്രവർത്തകരായി നിങ്ങൾക്കറിയാം. കടകംപള്ളി സുരേന്ദ്രന്റെ പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന്റെ പങ്കിലുണ്ട്. 2 പ്രമുഖരായിട്ടുള്ള CPM നേതാക്കൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവരും അവരൊക്കെ ജയിലിലാണ്. 45 ദിവസമായി. നിങ്ങൾ ആലോചിക്കണം, ഒരാൾ ജയിലിൽ കിടക്കുന്നു, ജാമ്യം കിട്ടുന്നില്ല. എന്താ കാര്യം? ജാമ്യം കിട്ടാത്തതിന് കാര്യമെന്താ? അങ്ങനെയുള്ള പ്രമുഖരായ മാർക്സിസ്റ്റ് നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ ഈ ഗവൺമെന്റും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും പറയുന്നത് എന്താ? അവർ കുറ്റക്കാരാണെന്ന് തെളിയട്ടെ, അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോയാൽ വെറും മാധ്യമങ്ങൾക്ക് പൈങ്കിളിക്കഥയായി മാറും. രാജ്യസേവനത്തിന് വേണ്ടിയോ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയോ ആണോ ഈ പത്മകുമാറിനെയും അതുപോലുള്ള വാസുവിനെയും ഒക്കെ ജയിലിലടച്ചിരിക്കുന്നത്? അല്ലല്ലോ, സ്വർണം മോഷ്ടിച്ചിട്ടല്ലേ. സ്വർണ്ണമോഷ്ടാക്കളായ ആളുകളോട് കോടതി കാണിക്കുന്ന ആ ഒരു സമീപനം SIT പോലും കാണിക്കുന്നില്ല. SITയിലെ അന്വേഷണത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ തന്നെ പലപ്പോഴും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ SITയുടെ നിയന്ത്രണത്തിന് അതീതമായി അതിനെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ ഒരു മാർക്സിസ്റ്റ് ഫ്രാക്ഷനിൽപ്പെട്ട ആളെ അവിടെ വച്ചത്. അത് കോടതി തന്നെ അതിർത്തി പ്രകടിപ്പിച്ചിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ്. അന്വേഷണം ഇപ്പോഴും എത്തേണ്ടവരുടെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അതാണ് ഹൈക്കോടതി അതിർത്തി പറഞ്ഞത്. അന്വേഷണം എത്തേണ്ടവരിടത്ത് എത്തേണ്ട രൂപത്തിൽ എത്തിച്ചാൽ വൻ സ്രാവുകൾ ഇതിനകത്ത് അകപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിനൊരു പങ്കുമില്ല എന്ന അവരുടെ കൈകഴുകൽ കേരളത്തിലെ ഭക്തജനങ്ങൾ അംഗീകരിക്കുകയില്ല. കാരണം ആരോപണമുണ്ടാകുമ്പോൾ കോടതി കേസെടുത്ത് ഇപ്പോൾ ഇവരെ ജയിലിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് പാർട്ടി ഇവർക്ക് താക്കീത് നൽകാനോ ഇവരെ നടപടിയെടുക്കാനോ തയ്യാറാകുന്നില്ല? അതിന്റെ അർത്ഥം ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട്. അവരെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ ഈ അനങ്ങാമ്പാറ നയമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ അതിർത്തി പ്രകടിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി അന്വേഷണം നടത്താൻ. ഇപ്പോ നമ്മുടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് മൊഴിയെടുത്തു. അദ്ദേഹം പോയി, വേറെ എവിടെയോ നടക്കുന്ന സമ്മേളനത്തിൽ പോയി. എന്താ അറസ്റ്റ് വൈകുന്നത്? അറസ്റ്റ് ചെയ്തേക്കുമെന്ന വാർത്ത മാത്രം പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നലെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾ കുറ്റക്കാരെ സംരക്ഷിക്കുകയില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. പക്ഷെ ഇപ്പോൾ നിയമം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അനന്തര നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ അതിശക്തമായ ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടാവും എന്ന് UDF തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് ഞാൻ ആവർത്തിച്ച് നൽകാനാണ്. എല്ലാം ഉണ്ടോ? UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല എന്ന സൂചനകൾ അദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചിട്ടില്ല. ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ട്.
തീർച്ചയായിട്ടും. കാരണം ഞാൻ ചോദിക്കട്ടെ, UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്ന വാർത്തയുടെ പിന്നിലുള്ള കാര്യം എന്താ? സോണിയാഗാന്ധിയെ കാണാൻ ഈ പോറ്റി പോയ അവസരത്തിൽ അദ്ദേഹവും നമ്മുടെ ആന്റോ ആന്റണി പത്തനംതിട്ടയിലെ MP ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ? ഫോട്ടോയിൽ പോറ്റിയോടൊപ്പം നിൽക്കുന്നതാണ് കുറ്റം ചെയ്തതിന്റെ തെളിവെങ്കിൽ പിണറായി വിജയനും പോറ്റിയും തമ്മിൽ സംസാരിക്കുന്ന പടം വന്നല്ലോ പുറത്ത്. പിണറായിയുടെ പേര് ചോദ്യം ചെയ്യുമോ? ആദ്യം പിണറായിയാണ് ചോദ്യം ചെയ്യേണ്ടത്, എന്നിട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ ഇത് അടൂർ പ്രകാശിന് എന്താണ് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉള്ളത്? അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നില്ല. അദ്ദേഹത്തിന് യാതൊരു ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിയെ കാണാൻ പോറ്റി പോയപ്പോൾ പത്തനംതിട്ടയിലുള്ള MP ആണ് അദ്ദേഹം. ഇവിടെ ചെറിയ ആറ്റിങ്ങിൽ നിന്നാണ് ജയിച്ചതെങ്കിൽ അപ്പോൾ ഒരു MP ഫോട്ടോയിൽ നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അടൂർ പ്രകാശിനെ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റും ചോദ്യം ചെയ്യലും കോമ്പൻസേറ്റ് ചെയ്യാൻ, അതിനെ ഒരു മറച്ചു പിടിക്കാൻ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടിയാണ്. ആരും അടൂർ പ്രകാശിന് വേണ്ടി വാദിച്ചിട്ടില്ല. ഇന്നലെ AICC ജനറൽ സെക്രട്ടറി പറഞ്ഞതെന്താ? വർക്കലയിൽ വെച്ച് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അടൂർ പ്രകാശിന് ഇതിന് യാതൊരു പങ്കുമില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഫോട്ടോയിൽ കണ്ടതിന്റെ പേരിലാണ് ചോദ്യം ചെയ്യലെങ്കിൽ ഞാൻ പറയുന്നു, പിണറായി വിജയനും പോറ്റിയും തമ്മിലുള്ള ഫോട്ടോയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുണ്ട്. മുഖ്യമന്ത്രിയെ കൂടി ചോദ്യം ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോ ഈ ക്രിസ്തുമസിന്റെ ആഘോഷം ആരംഭിച്ച അവസരത്തിൽ BJP സ്വാധീനമുള്ള ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും വ്യാപകമായ ക്രൈസ്തവ വൈദികരെ ആക്രമിക്കുന്നു, ദേവാലയങ്ങൾ ആക്രമിക്കുന്നു. അത് കൂടിക്കൂടി വരികയാണ്. രാജ്യത്ത് ഭരണഘടന നൽകുന്ന സംരക്ഷണം അതിനെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില വൈദികരെ അറസ്റ്റ് ചെയ്തത് വാസ്തവത്തിൽ രാജ്യത്തിന്റെ മതേതരത്വത്തിന് നേരെയുള്ള വലിയ വെല്ലുവിളിയാണ്. ഭരണഘടന അനുവദിക്കുന്ന സമത്വവും സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഹനിക്കുന്ന രൂപത്തിലാണ്. ഇവിടെ ക്രിസ്തുമസ് വരുമ്പോൾ BJP നേതാക്കൾ ഇത്തവണ കണ്ടില്ല ഭാഗ്യത്തിൽ. ഇവരെല്ലാവരും ആർച്ച് ബിഷപ്പന്മാരുടെ ബിഷപ്പ് പാലസിൽ കയറി ഇറങ്ങി കേക്ക് സമ്മാനിക്കും. ഇത്തവണ സംഭവിച്ചതെന്താ? 2, 3, 4 സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മത പുരോഹിതന്മാരെ ആക്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് BJP തുടങ്ങിയിട്ട് കുറെ കാലമായി ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെ മതേതര വിശ്വാസികൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ക്രൈസ്തവ സഭകൾ മാത്രമല്ല, രാജ്യത്തെ എല്ലാ മതേതര വിസ്ഥാനങ്ങൾക്കും വളരെയേറെ അമർഷവും വളരെയേറെ ശക്തിയായ പ്രതിഷേധവും ഉള്ളതാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ്, വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റ്, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എല്ലാവർക്കും പുതുവത്സരം ആശംസിച്ചിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെയാണോ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് ഉൾപ്പെടെയാണോ അദ്ദേഹം പുതുവത്സരം ആശംസിച്ചത് എന്ന് സംശയം തോന്നുന്ന രൂപത്തിലാണ് ഈ തരത്തിലുള്ള ആക്രമങ്ങൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്.